ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാണ്ട് പറഞ്ഞു പോകും. അവിടേക്കൊന്ന് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് കഴിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് നടത്തി തരുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റുമുള്ളത്. അതിപ്പോൾ ഡോൺ ആയിക്കോട്ടെ, ഡിവൈൻ ആയിക്കോട്ടെ, ആൻസൺ ആയിക്കോട്ടെ, ഡിംപിൾ ആയിക്കോട്ടെ, ഡാഡി ആയിക്കോട്ടെ. ഇപ്പോൾ പിള്ളേർസായാലും ഞാൻ അവരെയും കൂടി പറയാം. കാരണം ഞാൻ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നടത്തി തരാൻ വേണ്ടി ഇവരെല്ലാവരും ഉണ്ടാവും. ഞാൻ അറിയാണ്ട് പറഞ്ഞ ഒരു കാര്യമായിരിക്കാം, പക്ഷെ അതവർ നടത്തി തരുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞിരുന്നു അല്ലേ എന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. പിള്ളേർസൊക്കെ 1, 2, 3 ആയിട്ട് എണീറ്റു. അപ്പോൾ നമ്മുടെ ഇന്ന് പാച്ചു നല്ലോണം നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇന്നലെ കിടക്കുമ്പോഴാണ് ആ പ്ലാൻ വന്നത്, നമുക്ക് ബ്രഞ്ച് കഴിക്കാം എന്നുള്ളത്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒന്നിച്ച് കഴിക്കാം എന്ന ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നലെ കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഡാഡിക്ക് 2 കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ പിള്ളേർസ്. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് തോമൂനും പാച്ചുവിനും ഉണ്ടാക്കി കൊടുക്കണോണ്ടപ്പം ഡാഡിക്കും ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഇന്ന് ദോശയായിരുന്നു. കുട്ടികൾ ചമ്മന്തി ഒന്നും കഴിക്കില്ല, അങ്ങനെ കൊടുക്കാറില്ല, കാരണം അത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഒരു കുഞ്ഞ് ജെംസിൻ്റെ പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചല്ലോ, അതും ഒരു എന്തെങ്കിലും ചോക്കോ പയ്യോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഡാർക്ക് ഫാൻറ്റസി ആണെന്ന് തോന്നുന്നുണ്ട്, അതും കൂടിയിട്ട് വെച്ചിട്ടാണ് അവരെ വിട്ടത് കേട്ടോ. അങ്ങനെ വേഗം ഒക്കെ ഒതുക്കി നമ്മൾ കുട്ടികളുടെ കൂടെ തന്നെ നമ്മളും ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. ഡിവൈനും പിള്ളേർസും മാറാൻ പോയി, പിന്നെ ഡിംപിളും മോനും പോയി. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ചാക്കോച്ചനെ കൊണ്ടുവന്നാക്കാനുള്ള പുറപ്പാടായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ ഡാഡിയും ഡോണും കൂടിയിട്ടാണ് കൊണ്ടുവന്നാക്കിയത്. കാരണം അവനെ ആദ്യം കൊണ്ടുവന്നാക്കിയാലേ ബാക്കി കാര്യങ്ങൾ ശരിയാവുള്ളൂ. അപ്പോൾ അവനെ അക്കിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി പോണുള്ളൂ കേട്ടോ ഞങ്ങൾ. അപ്പോൾ അത് കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞങ്ങളൊന്നിച്ച് യാത്രയായി. അപ്പോൾ ഡിംപിളിന് ഒരു ഓർക്കാപ്പുറത്തൊരു പൂതിയാണ്. ചില നേരത്ത് ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണത് ഈ കാണിക്കുന്നതുള്ളൂ കേട്ടോ. വണ്ടിയിൽ കയറി വഴിക്കാൻ ദൂരി അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഓൾറെഡി അത് കണ്ടതാണ്. അപ്പോൾ നമ്മുടെ പാച്ചു കണ്ടിട്ടുണ്ടായിരുന്നില്ല. പാച്ചു അമ്മയെ കണ്ടപ്പോൾ പാച്ചുവിന് ഭയങ്കര കോമഡി. കാരണം എന്താ പറയുക, അമ്മേനെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ കുട്ടി. ചില നേരത്ത് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ ഡിംപിൾ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തമാശയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് ജോയ്സ് പാലസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിള്ളേർസിനെ കൊണ്ടുപോയി ആ കാര്യമില്ല, ഇവരെയും കൊണ്ടിപ്പോൾ ഞങ്ങൾ എവിടെയും അങ്ങനെ കാര്യമായിട്ട് പോവാണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ നമ്മളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അതിന് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കുറേ നേരം ഇരുന്നിട്ടാണ് ഫുഡ് വരിക. അതിനുള്ള ക്ഷമ നമ്മുടെ പിള്ളേർസിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എവിടെ പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകാറില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ പിള്ളേർസിനെ ഇറക്കാൻ തന്നെ. ഇപ്പോൾ ചാക്കോച്ചനെ ഓൾറെഡി കൊണ്ടുവന്നാക്കി, ഇനി ഇവരെ ഒന്ന് ഇറക്കാനായിട്ടാണ് നമ്മൾ പിന്നെ പോയത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്കൂള് നിങ്ങൾക്കിപ്പോൾ കാണാപ്പാടാവും. അത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെയാണെന്ന്. നമ്മുടെ 7th ഡേ സ്കൂളുണ്ടല്ലോ ചേലക്കോട്ടുകര, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സർവീസ് റോഡുണ്ട്, ആ റോട്ടിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ബേബി സൺ ഹോട്ട് ബേക്കറി ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെ നേരെ വന്നാലും ഇവിടെ എത്തും. 2-3 വഴികളുണ്ട്. പിന്നെ ഒരു പണ്ടത്തെ മൂസ്പെറ്റ് റോഡുണ്ട്, അതിൽ കൂടെ വന്നാലും ഇവിടെ എത്തും. അങ്ങനെ പല വഴികളിൽ കൂടെ വന്നാലും ഇവിടെ എത്തും. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 7th ഡേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആ വഴി കൂടെ അങ്ങോട്ട് ചെല്ലണോടുകൂടി റൈറ്റ് സൈഡിൽ തിരിയുമ്പോഴേക്കും കാണാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂള്. അപ്പോൾ കുട്ടികൾ പറയായിരുന്നു കുറേ പുതിയ ചേച്ചിമാരെയൊക്കെ കണ്ടു അവിടെ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ പാച്ചുവിന് ഒരു ചെറിയ വിഷമം ഇറങ്ങിയപ്പോൾ എങ്ങനെയാണാവോ നമ്മൾ പോണേന്നുള്ളത്. അപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എവിടേക്കാണ് നിങ്ങൾ പോണേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കാണ് പോണേന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്കൂളിലേക്കാണ് പോണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പതുക്കെ ടൗണിലൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ 2 ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് പറ്റാവുന്നിടത്തേക്കൊക്കെ ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് അവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾക്കും അറിയാമല്ലോ, നമ്മൾ അവരെ എന്താ പറയുക, ചിലർ പറയും കൂടുതലാണ് ഈ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകണതെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കിട്ടുന്ന കുഞ്ഞു അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്യാണ്ട് കുട്ടികൾക്ക് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിനൊന്നും നമ്മളെന്താ പറയുക, അധികം കാശ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാശുണ്ടായാലും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ
കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാം. അപ്പം ഞാൻ ആ കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിള്ളേരോടും പറയും അതുപോലെ തന്നെ ആയിരിക്കണമെന്ന്. കാരണം ഡിംപിളിനെയും ഡോണിനെയും കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ ഞങ്ങൾ ജോയ്സ് പാലസിൽ കയറിയപ്പോൾ അവിടെ നിൽക്കണു നമ്മുടെ റിസീവ് ചെയ്യാനുള്ള ആളും. പിന്നെ ഇവർ പറഞ്ഞു നമ്മളുടെ 3 പേരുടെയും സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. ഈ മോള് കയറുമ്പോഴേ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളോട് സ്നേഹപൂർവ്വം സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് 2-3 വീഡിയോസൊക്കെ അയച്ചെന്നത്. നോക്കിയപ്പോൾ അവിടെ ഒരുത്തൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അക്കി കുളിക്കാൻ കയറിയൊക്കെയായിരുന്നു അത്ര. അപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അക്കി ഫുഡ് കഴിക്കുക. അപ്പോൾ ചേച്ചി ഫുഡ് കഴിക്കുന്നതോടൊപ്പം അവന് ഭക്ഷണം കൊടുത്ത് ഇവിടുന്ന് കാലിയാക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഓടി അവൻ്റെ എക്സസൈസും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ അവൻ പോൾസൺ പേപ്പനെ ഉറക്കുകയാണ്. ഇപ്പോൾ അവർക്കും അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയും കുട്ടികളാരും ഇല്ലല്ലോ. അപ്പോൾ വസന്തേച്ചിക്കും 3 പേരക്കുട്ടികളാട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ വസന്തേച്ചിക്കായാലും ഇവനോട് വസന്തേച്ചിക്ക് കുട്ടികളെ നോക്കാനൊരു പ്രത്യേക ഇതാട്ടോ. കുട്ടികളെ മാത്രമല്ല മൊത്തത്തിൽ എന്താ പറയുക, ഒരു വീട് നോക്കാനായിട്ട് പറ്റിയ ഒരാളാണ്. ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ വീട്ടിൽ വന്നു നിന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു അമ്മാമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പോൾസൺ പേപ്പനും അക്കീടിയും പേരക്കുട്ടിയും ബെന്നൂട്ടനാണ്. അവൻ അയർലൻഡിലാണ്. അവന് ഇത് കാണുമ്പോൾ എന്താ തോന്നുകയെന്നറിയില്ല. ഇപ്പോൾ അവൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് ഈ സഖാവാണ് കേട്ടോ, ചാക്കോച്ചനാണ്. കാരണം ഫുൾ ടൈം എപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും അക്കിയും പറയും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പൊക്കോ എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് സേഫ് അവൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കണതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ജോയ്സ് പാലസിൽ വന്ന് ഇരുന്നു. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് പേഴ്സണലി ഉണ്ടാക്കി കൊണ്ടിരുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റ് ആവും. പ്രത്യേകിച്ച് ഞങ്ങൾ 5 ആളുണ്ട്. അപ്പോൾ 5 ആൾക്കും ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നമ്മൾ വീട്ടിലെന്തായാലും ഇങ്ങനെ ഇരുന്ന് കുറേ വർത്തമാനം പറയില്ല. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിക്കും 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, ബ്രഞ്ച് എന്ന് പറയാവും നല്ലതെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിവൈൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഇടയിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ എവിടെ പോകുമ്പോഴും വീഡിയോസ് എടുക്കുക. അത് നിങ്ങൾക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളിട്ട സംഭവം തന്നെ അടുത്ത ആളിടുമ്പോൾ അത് ഭയങ്കര ബോറടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങുക. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഡിംപിൾ വീഡിയോ എടുക്കാനേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ഷെഫ് ഒരു ചെറിയൊരു മോനാട്ടോ, തൃശ്ശൂർക്കാരൻ തന്നെയാണ്, അങ്കമാലിക്കാരനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നല്ല ചിരിക്കുന്ന മുഖമായിട്ടുള്ള നല്ല സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതൊരു പ്ലേ ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഈ മോനോടൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് 3 പേരുണ്ട്, അവരെയും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിഡ്സിൻ്റെ കോംബോ ഇത് കണ്ടു ഞങ്ങൾ. അപ്പോൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പിള്ളേരെയും കൊണ്ട് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുമ്പ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴേക്കൊക്കെ ഓക്കെ ആവുമല്ലോ. ഇപ്പോൾ പരിചയമായല്ലോ അവരെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് എവിടെ ചെന്നാലും ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരായാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ കാലം ആയതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെവിടെ പോയാലും ഒരു സെൽഫി അല്ലെങ്കിൽ പോയ സ്ഥലത്തൊരു ഫോട്ടോ എടുക്കുക, അത് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ഇവിടെയും നടക്കണമെന്ന് മാത്രം. ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ആദ്യം കുറേ ഡിവൈൻ്റെ എടുത്തു, അത് കഴിഞ്ഞ് കുറേ ഡിംപിളിൻ്റെ എടുത്തു, അത് കഴിഞ്ഞ് എൻ്റെ എടുത്തു തോന്നുന്നുണ്ട്. ഒന്നോ രണ്ടോ ഞങ്ങൾ ആ കുട്ടിയുടെ കൂടെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എടുത്തില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, കുട്ടികളുടെ കാര്യങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും, എന്നും ഈ ഒരു സൗഹൃദം ഇവരുടെ ഇടയിൽ ഉണ്ടാവണേ കർത്താവേന്ന്. കാരണം ഇതിലേതാണ് മകൾ ഏതാണ് മരുമകൾ എന്ന് അവിടെ ചെന്നപ്പോഴും അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മകളും ഇതൊരു മരുമകളാണ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്നും ഇതുപോലെ നമ്മളെക്കാൾ കൂടുതൽ ഇപ്പം ഞാനും ഡിംപിളും ഉണ്ടാവുന്ന ബോണ്ടിനേക്കാൾ കൂടുതൽ ഡിംപിളിന് ആവശ്യം ശരിക്ക് ഡിവൈൻ്റെ ഒരു കൂട്ടാണ്. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ണകുളങ്ങര എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അവിടെ വീടായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് ഡോണിനോട്. അപ്പോൾ ഡോൺ വണ്ടി നേരെ ഇതാണ് എൻ്റെ വീട്, ഒരു മാറ്റവും ഇല്ല. അന്നത്തെ അതേ വീട്. ശരിക്ക് ഇപ്പോൾ 18 വർഷം അങ്ങനെ ആയിട്ടുണ്ട്.
അവിടെ നിന്ന് പോന്നിട്ട് 18 2 20 31 18 വർഷത്തോളം ഇവിടെ നിന്ന് പോന്നിട്ട്. ഇതാണ് വീട്. പക്ഷെ ഒരു മാറ്റവും എവിടം കൊണ്ടും ഇല്ല. അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ വെറുതെ പറഞ്ഞതാണ് ഡോണിനോട് കണ്ണകുളങ്ങര. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ ജോയ്സ് പാലസിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരേ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഉല്ലൂർക്കാണ് പോണത്. അപ്പോൾ ഡാഡിക്ക് കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മൾ വിചാരിച്ചു ഇവിടെയും കൂടി ഒന്ന് കയറാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ കണ്ണകുളങ്ങര കുറേ നാളായി ഡിവൈൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുള്ളൂ. ഡോൺ വണ്ടി നേരെ കണ്ണകുളങ്ങരയിൽ തിരിച്ച് വീട് എന്താ പറയുക, വീടിൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് എടുത്ത് അവിടെ തന്നെ തിരിച്ച് ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി വണ്ടി അതിലേ തിരിച്ചപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ ആഗ്രഹങ്ങൾ. അതുപോലെ ഇവിടെ അതെ, എനിക്ക് എന്തായാവോ എങ്ങനെയായാവോ ഒന്നും ഞാൻ മനസ്സുകൊണ്ട് പറയുമ്പോഴേക്കും എന്നെ അവിടേക്ക് എത്തിക്കുന്ന എൻ്റെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡും നിങ്ങളുടെയൊക്കെ അങ്കിള് ഞാൻ ഈ കുട്ടികൾ പറയണ അനുസരിച്ച് ഡാഡി എന്ന് പറഞ്ഞപ്പോൾ ഡാഡിന്ന് വായിൽ വരുള്ളൂ. അപ്പോൾ ഡാഡി ആയാലും മക്കളായാലും കൂടെയുള്ള മരുമക്കളായാലും ഒക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഡിവൈനാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമ്മൾ മാക്സിമം നടത്തി കൊടുക്കും. കുട്ടികളായാലും അതെ, ഡിംപിളായാലും അതെ, ആരായാലും നമ്മൾ പരസ്പരം അത് മനസ്സിലാക്കി പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ എന്താ പറയുക, എപ്പോഴും എവിടേക്കെങ്കിലും ഒരു യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ടാവും. കാരണം ഞങ്ങളുടെ 6 3 9 പേരുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധിച്ചു കൊടുക്കണമെങ്കിൽ പണി കുറച്ചില്ലേ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ആ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് നേരെ വരണത് നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അവിടേക്കാണ്. അതായത് എവുപ്രാസ്യമ്മയുടെ പള്ളി അവിടെയാണ് ആ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. കാരണം എന്താ വെച്ചാൽ വയറ് ഫുള്ളാണ്. രാവിലത്തെയും ഉച്ചലത്തെയും കൂടിയിട്ട് ഒരുമിച്ചൊരു കഴിച്ചതാണ്. അപ്പോൾ ശരിക്കും അത്രയും കഴിക്കാൻ പറ്റുമോ ഒരു കോംബോ ഇതാണ് കേട്ടോ. ഒറ്റയ്ക്ക് മറ്റേത് പറഞ്ഞതല്ല, ഒരുമിച്ചുള്ള ഒരു കോംബോ ആണ്. അപ്പോൾ അത് ഞാൻ അതാ പറഞ്ഞത്, അതൊക്കെ ഡിവൈൻ്റെ ഇതിൽ പറയും. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളുടെ പൂച്ചട്ടി നടത്തറ സെൻറ്ററിലെത്തി. ഞങ്ങൾ ഇനി വീട്ടിലേക്കാണ്. അപ്പോഴാണ് ഇപ്പോൾ ചാക്കോച്ചൻ ഉറങ്ങാനുള്ള പുറപ്പാടാണ്. ഫുഡും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി എന്നാൽ ഉറക്കണ്ട, ഞങ്ങളിതാ നേരെ വരുന്നു പറഞ്ഞു. പക്ഷേ ഞാനും ഡാഡിയും വീട്ടിലിറങ്ങി. അവർ ഡിംപിളും ഡിവൈനും ഡോണും കൂടിയിട്ട് ചാക്കോച്ചനെ എടുക്കാനായിട്ട് നമ്മുടെ അക്കിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവനെയും കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അകത്ത് കയറി ഡോറൊക്കെ തുറന്ന് ഗേറ്റും തുറന്ന്, കാരണം പിന്നാലെ ഇനി പിള്ളേർച്ചിനെ കൊണ്ടുവരാൻ പോണ്ടേ. അപ്പോൾ അത് ഏകദേശം 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടെത്തിയപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ ഇന്നും റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചു കൊടുത്ത് പണിയാനായിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതെന്നാ വരികയെന്നറിയില്ല. അപ്പോൾ അതിൻ്റെയാണ് കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലും. അപ്പം ഞാൻ പറയായിരുന്നു, നമ്മുടെ വീട്ടിൽ ഇത്രയാണെങ്കിൽ ഫ്രണ്ടിലത്തെ വീട്ടിൽ നല്ലോണം ഉണ്ടാവുമല്ലോ എന്ന്. കാരണം പൊക്ലിൻ വെച്ചിട്ട് പിന്നെ ഇപ്പം കാറ്റുകാലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് കേട്ടോ. അല്ലാണ്ട് പണിയുടെയും ഇതിൻ്റെയും പ്രത്യേകിച്ചിട്ടല്ല, നല്ല കാറ്റുകാലമായതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ 12:20 ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇനിത്തെ അടുത്ത പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കാപ്പുറത്ത് ഒരു പോക്ക് പോയതാ. 2 മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. വേറെ ഒന്നും ചെയ്തില്ല. 3 ആളും 3 സ്ഥലത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാഡിയുടെ കയ്യിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തയച്ചു. ഡാഡിയുടെ കയ്യിൽ ചാക്കോച്ചനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് കേട്ടോ. ആദ്യം വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ചാക്കോച്ചനെ കൊണ്ടുവരാത്. പിന്നെ നോക്കിയപ്പോൾ ഇവൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചേച്ചിക്കായാലും നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ ചേച്ചിക്കായാലും ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് വിശേഷങ്ങൾ പറയുകയാണ് കേട്ടോ. പോയ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. അക്കി, അമ്മമ്മ, പേപ്പ ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അപ്പയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചിപ്പോൾ അപ്പം തന്നെ വേണം. അപ്പോൾ 2 പിള്ളേരും അപ്പം മക്കളാണ് കേട്ടോ. അങ്ങനെ അപ്പയുടെ കൂടെയൊക്കെ ഇരുന്ന് പിന്നെ ഡാഡി വേഗം പോസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ഡോണും പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെ കൊണ്ടുവരാൻ പോയി. ആ ഗ്യാപ്പിൽ കാറ് ഷെഡ് ചെയ്തെടുത്തല്ലോ. ഇപ്പോൾ എനിക്ക് ആ ഷെഡിലത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ എന്നെ കളിയാക്കും. ഇന്ന് ശരിക്കും പറയാം, ജോയ്സ് പാലസിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞ വിശേഷം ഈ കാറിൻ്റെ മുകളിൽ ഫോൺ വെച്ച് പോയ വിശേഷമായിരുന്നു കേട്ടോ. കാരണം ഡോൺ ഇന്നലെ പെരുന്നാൾക്ക് പോയി വരുമ്പോൾ കുറേ ലേറ്റായില്ലോ. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞു മമ്മി എന്നെ പറയും, എന്നാലും അത് കേൾക്കാൻ രസമുള്ളൂ എന്നിട്ട് ജോയ്സ് പാലസിൽ വെച്ചിട്ടാണ് ഞാൻ ആ വിശേഷം അത്ഭുതകരമായ എന്താ പറയുക സിനിമാ സ്റ്റൈല് കഥ പറഞ്ഞത് ഞാൻ കേട്ടോ. അങ്ങനെ
പിള്ളേഴ്സിനെയും കൊണ്ട് ഡാഡി ദേ വന്നു. ഇപ്പം ഈ സമയത്താണ് ഡിംപിൾ 2 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ എടുക്കേണ്ട കാര്യമേ ചിന്തിച്ചത്. അങ്ങനെ 1:30 ആയപ്പോൾ ഒരു ടോക്ക് എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പുറത്ത് പോയേക്കാം. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ വരാണ്ട് ഇറങ്ങില്ല എന്നുള്ള വാശിമ ദേ വന്ന് കസേരമേ ഇരിക്കുക. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അവൻ അവിടെ ഇരിക്കുക തന്നെയാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഡിംപിൾ വന്ന് അവനെ കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ തോമുട്ടൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവനിപ്പോൾ ബിഗ് ബോയ് എന്നാണ് പറയണത്. ഇപ്പോൾ പാച്ചുവിൻ്റെ അടുത്തായാലും പാച്ചുക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ്ങിലാണ് സംസാരിക്കുക. ചാക്കോച്ചനോടും അതെ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലയിടത്തും പോയി വന്നു കഴിഞ്ഞാൽ മൂപ്പര് ഓടിപ്പോയിട്ട് ഗേറ്റ് അടച്ച് താഴത്തെ കുറ്റിയിട്ട് കണ്ടു ഇരുന്നിട്ടൊക്കെ ഇടണ കുട്ടി താഴത്തെ കുറ്റിയിട്ട് പിന്നെ താഴത്തെ മറ്റേ ഇടയിലത്തെ ഓടാമ്പിൽ ഇട്ടിട്ടാണ് വരിക. മുകളിലത്തെ മൂപ്പർക്ക് പറ്റില്ല കേട്ടോ. പിന്നെ അതേസമയം ഈ പറഞ്ഞത് ചാക്കോച്ചനോ പാച്ചോ ആണെങ്കിൽ അവർ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് കാര്യം നിശ്ചയം. അവർ രണ്ടുപേരും അങ്ങനെയാണ്. പക്ഷേ ഇവൻ കുറച്ചും കൂടി ആ കാര്യത്തിൽ ഇത്രയും കൂടി എന്താ പറയുക പക്വതയുള്ള കൂട്ടത്തിലാട്ടോ. അങ്ങനെ നമ്മുടെ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോമു മാത്രമല്ല കേട്ടോ, 3 പേരും ഇങ്ങനെ കുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്തിട്ട് അവരെ എന്താ പറയുക അഭിനന്ദിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്കത് കേൾക്കാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 പേര് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വിചാരം ഇവരാണ് കാറ് ഉന്തി കൊണ്ടുപോകണേ എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെ പാച്ചു ഇത്ര നേരമായിട്ട് അമ്മ വരാത്തതിൻ്റെ ഒരു പിണക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവൻ പ്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാറിൽ കിടന്നിട്ടാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് അവനെ അമ്മ വന്ന് എടുക്കണം, അങ്ങനെയാണ് അവൻ്റെ കണക്ക്. പോകുമ്പോഴും അത് അമ്മ കൊണ്ടുപോയിട്ട് ഇരുത്തണം, അങ്ങനെയാണ് അവൻ്റെ ഒരു രീതി കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ എന്താ പറയുക വിട്ടിട്ട് പകൽ എന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമായി തുടങ്ങി. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഫുൾ ടൈം അവൻ ഡിംപിളിൻ്റെ കൂടെയാണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഡാഡിയുടെ കൂടെ പോവും എന്നല്ലാണ്ട് മിണ്ടുമ്പോൾ അമ്മേനെ അന്വേഷിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉച്ചയിലത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചാക്കോച്ചനെയും കൊണ്ട് ചാക്കോച്ചനും അവിടെ നിന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിള്ളേരും ഫസ്റ്റ് സ്കൂളിൽ നിന്ന് ഇതൊക്കെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അവർ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നും കഴിക്കാറില്ല. ശരിക്കും ഒരു 11:30-12 ആവാമെന്ന് തോന്നുന്നുണ്ട് അവരുടെ സ്നാക്ക് ടൈം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പാച്ചു ചെയ്യണ പണിയാണ്. സാധനങ്ങൾ മൊത്തം കൂട്ടിയിട്ട് അവിടെ നിന്ന് കുഷീനുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് നേരം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളും അത് കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും കിടന്നില്ല, ഞാനൊന്നുമല്ല ഡിംപിളും കിടന്നില്ല. ഡിവൈൻ മുകളിൽ കുട്ടികളുടെ കൂടെ തിരക്കിലായിരുന്നു. കാരണം കണ്ടമാനം പാക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എണീക്കാനായിട്ട് കുറേ ലേറ്റ്. അപ്പോൾ ഞാൻ കിടക്കാണ്ട് നിന്നാൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലേറ്റ് ചെയ്ത് ഓർഡർ ഉച്ച തിരിഞ്ഞ് അയക്കാനുള്ള കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പാദസരമാണ്, ഇത് തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട്. പിന്നെ ഇതൊക്കെ വേറെ ഡിസൈൻ. ഇത് ഈ പറഞ്ഞ പോലെ സെൻഡ് ചെയ്യാനുള്ളത് മറ്റേ നെറ്റ് ബോൾ ചെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടമാനം പോകുന്നത്. ഞാനിപ്പോൾ 1-2 ഫംഗ്ഷൻ ഇട്ടപ്പോഴും കണ്ടമാനം പേര് ചോദിച്ചായിരുന്നു. ഇത് സച്ചിൻ്റെ മാല. ഇതൊക്കെ ഞാൻ എപ്പോഴും സ്റ്റാറ്റസിലിടുകയും പറയുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സന്ധ്യയായി, പിള്ളേർസൊക്കെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എബി വന്നിട്ടുണ്ടായിരുന്നു, അതായത് പ്ലംബർ. നമ്മളുടെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ആ ഇത് ക്ലീനിങ്ങിൽ നമ്മുടെ വാഷ് ബേസിൻ 2ഉം വെള്ളം ബ്ലോക്കായി. അപ്പം അതിൻ്റെ പേരിൽ ബ്ലോക്കാവാന്ന് പറഞ്ഞാൽ വരുന്നില്ല വെള്ളം. അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറ പണികളുണ്ടായിരുന്നു എബിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എബി പോയി. അപ്പോഴേക്കും പോയിട്ടാണ് ഡാഡി വന്നത് കേട്ടോ. അങ്ങനെ ഡാഡി കുക്കുവടിയും മറ്റേ കൊള്ളി വറുത്തതൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, എപ്പോഴും മാറി സാധനങ്ങൾ കൊണ്ടുവരാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ഇന്ന് മാച്ച് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ശരിക്കും മാച്ച് കാണാൻ ഡാഡി ഇരിക്കുമെങ്കിലും കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ TV വെച്ച് സിനിമയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളവിടെ TV എന്ത് വെച്ചാലും ഞാനവിടെ ഡൈനിങ് ടേബിളും നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നലെ അറിയാലോ ദോശ അടിച്ചു വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെറുതെ ചപ്പാത്തി വാങ്ങിക്കണ്ട, ആ ദോശമാവ് നമുക്ക് രാത്രി ചെയ്യാമെന്നുണ്ട്. ഞാൻ കോളിഫ്ലവർ പെരട്ടിയൊക്കെ വെച്ചു. ഡിവൈനാണ് വറുത്തത്. അപ്പോഴേക്കും എൻ്റെ ഗ്യാസ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ദേ ഒരു ദോശ, കുറേ സാമ്പാറിൻ്റെ ഡിവൈൻ്റെ സാമ്പാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എന്നോട് 1-2 പേര് പറയും ഡിവൈൻ്റെ ഈസി സാമ്പാർ വെച്ചു എന്നൊക്കെ. അപ്പോൾ ഡിവൈൻ സാധാരണ കഷ്ണം ഇടാറില്ല. ഞാനിന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം ഇടിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നോൺ വെജ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഈ എന്താ പറയുക ഫാറ്റി ലിവറിൻ്റെ ഒരു ഇതായിട്ട് ഉള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ഒന്നെങ്കിൽ കുറേ പപ്പക്കായ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും. അപ്പോൾ ഇതിൽ പച്ചക്കറികൾ മുഴുവൻ എനിക്ക് കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചാറ് വേണ്ടു, അത് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ. പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ അത്. ഒരു ദോശയും അത്രയും സാമ്പാറും ചട്നിയും കൂടിയിട്ട്. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായി ഫുഡ് കഴിച്ച് വരുമ്പോഴേക്ക് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ വേഗം ഒതുക്കി അങ്ങോട്ട് വെച്ചു. കാരണം ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും 10 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ലോണം എൻക്വയറി ഉണ്ട് ഇപ്പോൾ. അവരിടയ്ക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പിന്നാക്കം വെച്ചത്. ഇപ്പം ഞാൻ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യണത്. പിള്ളേരും ഉണ്ട് കേട്ടോ. പിള്ളേരും അവരുടേതായ രീതിയിൽ അവരുടെ ഒഴിവും അനുസരിച്ച് മുന്നിലേക്ക് ഭംഗിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പതിവില്ലാണ്ട് ചെറിയൊരു തലച്ചിട്ട്, വേറെ ഒന്നല്ല, ഞാൻ കുറച്ച് ലൂവിക്ക ഉപ്പിലിട്ടത് തിന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതറിയാലോ. അപ്പോൾ പ്രഷർ നോക്കിയപ്പോൾ വളരെ കുറവ്, ഒരു എന്താ പറയുക കുറച്ച് കൂടുതൽ, അത്രയേ ഉള്ളൂ, വളരെ കുറവ് കേട്ടോ, കൂടുതൽ എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നത് കാരണം നമുക്ക് എന്താ അറിയാം ഇതിൻ്റെ ആണ് അല്ലെങ്കിൽ ഷുഗർ കൂടിയതിൻ്റെ ആണോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക പ്രഷറുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മോണിറ്റർ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനങ്ങനെ കുറേ വിലയൊന്നുമില്ല. നമ്മൾ ഒരു 10 തവണ പ്രഷർ നോക്കാനായിട്ട് പോകുന്നതിൻ്റെ വിലയുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് നോക്കാവുന്നതുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിവൈൻ ആൻറ്റി പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഗ്ലൗസും മറ്റേ ഇതുള്ള ഗ്രിപ്പുള്ള ഗ്ലൗസും ഒരു കുഷ്യനും കൊണ്ട്. കാരണം ഡിവൈൻ അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ 10 വർഷമായി ശരിക്കും നമ്മളുടെ ഈ വീട് പണിയുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫുൾ ഫോമാണ്. അപ്പോൾ 3-4 വട്ടം നമ്മളത് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ കണ്ടിട്ടില്ല അതെങ്ങനെയാണ് വാഷ് ചെയ്തത്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാനിതൊന്ന് കൊണ്ടുപോയി ബ്രഷ് ചെയ്ത് നോക്കട്ടെ എന്നിട്ടാവാതാണ്. അപ്പോൾ ഞങ്ങളൊരിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മറിയാമ്മയുള്ള സമയത്താണ്. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് വന്നപ്പോൾ അവർ ക്ലീൻ ചെയ്തില്ല, 2-3 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വേണ്ടി വന്നിട്ട്. അപ്പോൾ ഡിവൈൻ പറയും ഞാൻ ഒരെണ്ണം കൊണ്ടുപോയി വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കട്ടെ, ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്കിൻ്റെ ആവശ്യമില്ല, മറ്റേത് മാത്രം ചെയ്താൽ മതി, എന്നിട്ട് ഒരു കവർ ഇടാമെന്ന് പറഞ്ഞേക്കാം ഡിവൈൻ. അപ്പം നോക്കാം, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പാപ്പം കിടന്നുറങ്ങി. അപ്പനും മക്കളും കയറിപ്പോയി. ഇപ്പോൾ അമ്മയും മോനും കയറിപ്പോയി. ഇനി ഞാനും ഡിവൈനുമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഡിവൈനൊരു ചായയൊക്കെ വെച്ച് ഞാനും ഡിവൈനും ചായ കുടിച്ച് ഡിവൈൻ്റെയും മുകളിലേക്ക് പോയി. ഇനി ബാക്കി ഞാൻ മാത്രമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനും കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാ പരിപാടികളും നേരത്തോടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക കുറേ നല്ല ഓർമ്മകൾ. ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോയ്സ് പാലസിലൊക്കെ ഇരിക്കുമ്പോൾ കണ്ണകുളങ്ങരയാണല്ലോ ആ പ്രദേശം മുഴുവൻ. അപ്പോൾ ഞാൻ പറയായിരുന്നു പണ്ട് ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കണ്ണകുളങ്ങര വീടിൻ്റെയും ഈ മെയിൻ റോഡിൻ്റെ ഇടയിലുള്ള സ്ഥലം 1-ാം പാലം 2-ാം പാലം 3-ാം പാലം എന്ന് പറഞ്ഞിട്ട് കണ്ണകുളങ്ങര പാടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് മാറി പിന്നെ പെട്ടെന്നൊരു മാറ്റമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ വീട് അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് വീടായിരുന്നു അത്. പിന്നെ പാടത്തിപ്പറമ്പൻ്റെ വീട്, പള്ളി, കുറേ നല്ല ഓർമ്മകളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. ഇനി നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.